ഏവർക്കും അച്ചായൻസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോയിൻ പഴംപൊരിയാണ്. വളരെ സിമ്പിളായിട്ടുണ്ടാക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴംപൊരി, ഒരു വെറൈറ്റി റെസിപ്പി. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഞാനിതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു നേന്ത്രപ്പഴമാണ്. നിങ്ങൾക്ക് നേന്ത്രപ്പഴം എടുക്കണം നിർബന്ധമില്ല. റോബസ്റ്റ് അല്ലെങ്കിൽ ചെറുപഴം ഉപയോഗിക്കാം. റോബസ്റ്റാണ് ഏറ്റവും ടേസ്റ്റ്. നേന്ത്രപ്പഴം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പഴുത്തത് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിതിനെ ആദ്യം ഒരു കോയിൻ്റെ വലുപ്പത്തിൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് മാവ് തയ്യാറാക്കണം. അതിനുവേണ്ടി നമ്മളൊരല്പം ശർക്കര ഗ്രേറ്റ് ചെയ്തെടുക്കുക. കുറച്ച് മതി, ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്. മധുരത്തിന് വേണ്ടി നമ്മളിതിലേക്ക് പഞ്ചസാരയാണ് ഇടുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതിൽ അളവുകൾ മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 കയ്യിൽ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഈ ഗോതമ്പ് പൊടിയിലോട്ട് ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മധുരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിനൊരു ബാറ്റർ മാവിൻ്റെ പരുവത്തിലേക്ക് മാറ്റിയെടുക്കുക. ദോശമാവിൻ്റെ അത്രയും ലൂസാകണ്ട, അതിനേക്കാൾ കുറച്ചുകൂടി കട്ടി വേണം. അങ്ങനെ നമ്മുടെ മാവ് തയ്യാറാക്കിയെടുത്തു. ഇനി നമുക്ക് ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഓരോ കഷ്ണങ്ങളെടുത്ത് ഈ മാവിൽ മുക്കി ഫ്രൈയിങ് പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ യെല്ലോ കളറാകുന്നത് വരെ. അങ്ങനെ നമ്മുടെ കോയിൻ പഴംപൊരി തയ്യാറായി. ഒരു കോയിൻ്റെ ഷേപ്പിൽ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാണ് അതിന് കോയിൻ പഴംപൊരി എന്ന് പറയുന്നത്. പിന്നെ ഗോതമ്പ് മാവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുവിധം ഹെൽത്തിയാണ്. നമുക്ക് പിള്ളേർക്കും ബാക്കിയുള്ളവർക്കും ഒരു 4 മണി പലഹാരമായിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.